ദിലീപിന്റെ 150ാമത് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് തിയേറ്ററിൽ നിന്നും മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത്. ഏറെ കാലങ്ങൾക്ക് ശേഷം തിയേറ്ററിലേക്ക് ആളുകളെ എത്തിച്ച ഒരു ദിലീപ് ചിത്രമായും പ്രിൻസ് ആൻഡ് ഫാമിലി മാറി. ദിലീപിന് പുറമെ ധ്യാൻ ശ്രീനിവാസൻ, മഞ്ജു പിള്ള, ജോണി ആന്റണി, ബിന്ദു പണിക്കർ, സിദ്ദിഖ്, ഉർവശി, ജോസുകുട്ടി ജേക്കബ്, റാനിയ റാണ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. ഇപ്പോഴിതാ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ വേഷത്തെക്കുറിച്ച് പുതുമുഖ താരമായ റാനിയ റാണയുടെ ഒരു അഭിമുഖം ശ്രദ്ധേയമായി മാറുകയാണ്. ചിഞ്ചു റാണി എന്ന വ്ലോഗറുടെ വേഷത്തിലായിരുന്നു ചിത്രത്തിൽ റാനിയ റാണ എത്തിയത്. വളരെ ചെറുപ്പത്തിൽ തന്നെ നൃത്തപഠനം ആരംഭിച്ച റാനിയ ഇന്ന് അറിയപ്പെടുന്ന നർത്തകി കൂടിയാണ്. കുട്ടിക്കാലം മുതൽ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ അതിയായ ആഗ്രഹം തനിക്കുണ്ടായിരുന്നുവെന്നാണ് അഭിമുഖത്തിൽ റാനിയ വ്യക്തമാക്കുന്നത്. ലോകപ്രശസ്ത നർത്തകിയും സിനിമാ നടിയുമാകണമെന്നായിരുന്നു കുഞ്ഞുനാളുകളിലെയുള്ള മോഹം. തമിഴിലടക്കം നേരത്തെയും ചില അവസരങ്ങളൊക്കെ വന്നിരുന്നുവെങ്കിലും അത് മുടങ്ങിപ്പോയി. ഒരിക്കൽ തമിഴിൽ ഇപ്പോഴുള്ള പ്രശസ്ത തമിഴ്നാടിന്റെ ചിത്രത്തിൽ ഒരു വേഷം ലഭിച്ചു. എന്നാൽ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയം ആയപ്പോഴേക്കും അത് മുടങ്ങുകയാണ് ചെയ്തത്. എല്ലാത്തിനും ഒടുവിൽ ആഗ്രഹം പോലെ കിട്ടിയ വേഷമാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയിലേത്. ഇത്തരമൊരു ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത് എന്നാണ് താരം പറയുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് നമ്പാലയും അസിസ്റ്റന്റ് ഡയറക്ടർ മനുവും കൂടിയാണ് എന്നെ ബന്ധപ്പെട്ടത്. രണ്ടാമത്തെ ഓഡിഷൻ സംവിധായകന്റെയും എഴുത്തുകാരന്റെയും മുമ്പിലായിരുന്നു. അവരെല്ലാം ഓക്കെ പറഞ്ഞതിനു ശേഷം ദിലീപേട്ടനിലേക്ക് എത്തി. അങ്ങനെ ആ വേഷത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നുവെന്നും താരം പറയുന്നു. വേഷത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. എന്നാൽ സിനിമയുടെ ടീമിന് നല്ല പേടിയുണ്ടായിരുന്നു. ഈ കഥാപാത്രം എങ്ങനെയായി വരും എന്നുള്ള ടെൻഷനായിരുന്നു അവർക്ക്. പടത്തിന്റെ തിരക്കഥാകൃത്ത് ഷാരിസ് ചേട്ടൻ എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണമാണ് തന്നത്. ചിരിക്കുമ്പോൾ ചുണ്ട് എത്രത്തോളം തുറക്കണമെന്ന് വരെ അദ്ദേഹം വിശദീകരിച്ചു തന്നു. ഓരോ ഷോട്ടിനും 5 മിനിറ്റ് മുന്നേ ഷാരിസ് ചേട്ടൻ എന്റെ കൂടെ വന്നിരുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. സിദ്ദിഖ് സാറിന്റെ കൂടെയായിരുന്നു ആദ്യ സീൻ, പക്ഷെ അത് പടത്തിൽ ഇല്ലാതെ പോയി. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അത് ഓക്കെ ആയിരുന്നു. പനി വന്നപ്പോൾ ചില സീനുകൾ 7-8 ടേക്ക് വരെയൊക്കെ പോയിട്ടുണ്ട്. അതൊഴിച്ചാൽ ബാക്കിയൊക്കെ എനിക്ക് 1-2 ടേക്കിനുള്ളിൽ ഓക്കെ ആക്കാൻ കഴിഞ്ഞു. എന്റെ കഥാപാത്രം ദിലീപേട്ടനെ എടുത്ത് കറക്കുന്ന ഒരു സീനുണ്ട്. അത്യാവശ്യം ജിമ്മും യോഗയും ഡാൻസും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത്തരമൊരു സീൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. എന്നാൽ ട്രയലിൽ റോപ്പിൽ കിടന്നത് വേറെ ഒരു ചേട്ടനായിരുന്നു. റോപ്പുള്ളത് കൊണ്ട് ആ സമയത്ത് കൈവച്ച് എക്സ്പ്രഷൻ മാത്രം കൊടുത്താൽ മതി. ട്രയൽ ചെയ്തപ്പോൾ വലിയ വെയിറ്റ് ഒന്നും തോന്നാത്തത് കൊണ്ട് എളുപ്പത്തിൽ തന്നെ ചെയ്തു. ടേക്ക് എടുക്കാനായി ദിലീപേട്ടൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ മാത്രമേ റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ, മുട്ടിലില്ലായിരുന്നു. അതായത് അപ്പോൾ ഭാരം മുഴുവൻ ഞാൻ തന്നെ തൂക്കേണ്ടി വരും. അങ്ങനെ ദിലീപേട്ടനെ ഞാൻ എടുത്തു കറക്കുന്ന സീൻ എടുത്തു. അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. ആ സീൻ എടുക്കുന്നതിൽ ദിലീപേട്ടനും ഭയങ്കര ടെൻഷനായിരുന്നു. എടോ, നീ എന്നെ താഴേക്കിട്ടാൽ എന്റെ നടു ഒടിയുമെന്നായിരുന്നു ദിലീപേട്ടൻ പറഞ്ഞത്. എല്ലാവരും പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തെ താഴെ ഇടാതെ ആ സീൻ ചെയ്തു. പക്ഷെ അദ്ദേഹത്തെ എടുത്തു തൂക്കിയിട്ട് താഴെ വീണപ്പോൾ എന്റെ കയ്യിലെ നഖം ഒടിഞ്ഞു, ചെരുപ്പ് പൊട്ടി, കാല് ചെറുതായി ഇടിച്ചു. അത് കാരണം ദിലീപേട്ടനാകെ വിഷമവുമായി. എന്തെങ്കിലും പറ്റിയോ എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, ഓക്കെ ആണെന്ന്. പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ചുള്ള റാനിയ റാണയുടെ അനുഭവങ്ങളായിരുന്നു ഇത്.